ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പാതിയും പിന്നിട്ട് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്ത പ്രവൃത്തികളുടെയും ചൈതന്യത്തിലായിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നാം കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായി തീരട്ടെ എന്ന് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണത പ്രാപിക്കുവാൻ നാം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഇത് സാധ്യമാക്കുവാൻ തിരുവചനവും കൗദാശിക ജീവിതവും നമ്മെ വളരെയധികം സഹായിക്കുന്നു. വചനം ജീവനാണ്, വചനം ശക്തിയാണ്, വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വീണ്ടും ഒരു വലിയ ആഴ്ചയുടെ ആചരണത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നമുക്കുണ്ടാവേണ്ട കാഴ്ചപ്പാടുകളും മനോഭാവവും പ്രവർത്തനങ്ങളുമെല്ലാം തിരുവചനത്തിലൂടെ ധ്യാനിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണല്ലേ? ഇപ്പോൾ നമ്മെ അതിനായി സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയി മെനച്ചേരി അച്ഛനാണ്. അച്ഛനിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥനയോടുകൂടി തിരുവചനം നമുക്ക് ശ്രമിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ നേഴ്സസ് സഹോദരങ്ങളെ, പുണ്യം പൂക്കുന്ന നോമ്പുകാലത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രൂശിതനായ ഈശോ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുകയും ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് വഴി ഈശോയെ കൂടുതൽ നമ്മുടെ ശുശ്രൂഷകൾ വഴി സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ മിഷൻ പ്രദേശത്ത് സേവനം ചെയ്യുന്ന നമ്മുടെ കപ്പുച്ചിൻ സഹോദരങ്ങൾ പങ്കുവെച്ച ഒരു മിഷനറി അനുഭവം പങ്കുവെച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ധ്യാന ചിന്തകളുടെ തുടക്കം. ആസാം മേഖലയിൽ വിശ്വാസം എത്തിച്ചത് വൈദികരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും അടങ്ങുന്ന മിഷണറിമാരാണല്ലോ. ഒരു ഗ്രാമത്തിൽ ഈശോയുടെ വിശ്വാസം അവർ പഠിപ്പിക്കുകയാണ്. ആ ഗ്രാമത്തിലാകട്ടെ അവർ ആരാധിച്ചിരുന്നത് പ്രാചീന ദൈവങ്ങളെയാണ്, പ്രകൃതി ദൈവങ്ങളെ. അങ്ങനെ പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആ സമൂഹത്തിലേക്ക് ക്രൈസ്തവ വിശ്വാസം എത്തുകയും ആ ഗ്രാമവാസികൾ ഒന്നടങ്കം തന്നെ ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ബാഹ്യ അടയാളം എന്നോണം അവർ കുരിശുമാല ധരിക്കാനും കൊന്ത ധരിക്കുവാനും അങ്ങനെ മിഷണറിമാർ പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങുന്നു. അങ്ങനെ മാസങ്ങളൊക്കെ കടന്നു പോകുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണത്. പക്ഷേ ഇവരും ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ഇവർ ഈ പുതിയ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവരുടെ കൃഷിഭൂമികളൊന്നും അത്ര കണ്ട് വിളവ് നൽകുന്നില്ല. ഇനി അത് മാത്രമല്ല, പലരും രോഗികളായിട്ട് മാറുകയും ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളെല്ലാവരും കൂടി സംസാരിക്കാൻ തുടങ്ങി, എന്തായിരിക്കാം ഇതിനൊരവസ്ഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ അവർ ഒരു അവസാനം ഒരു തീരുമാനത്തിലെത്താണ്, പഴയ ദൈവങ്ങൾ കോപിച്ചിരിക്കുന്നതാണ് പ്രശ്നം. ഈ പുതിയ വിശ്വാസം വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായേക്കണം. അതുകൊണ്ട് ഇനി ഒറ്റ വഴിയുള്ള പഴയ ദൈവങ്ങളിലേക്ക് നമ്മൾ പോകണം, ഈ പുതിയ ദൈവത്തെ നമുക്ക് കണ്ട് ഉപേക്ഷിക്കുക. അങ്ങനെ ഗ്രാമസഭയൊക്കെ വിളിച്ചു കൂട്ടി ഇവർ തീരുമാനിച്ചു പരസ്യമായിട്ട് തന്നെ ഈ വിശ്വാസത്തെ എത്തിച്ചിരിക്കാൻ. അതിനൊരു ബാഹ്യപ്രകടനം എന്നോണം അവരൊരു സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടുന്നു. വലിയൊരു തീകുണ്ഡം സ്ഥാപിക്കുന്നു. എന്നിട്ട് ആ തീയിലേക്ക് ഇവരുടെ ഈ ബാഹ്യ അടയാളമായ വിശ്വാസത്തിൻ്റെ ബാഹ്യ അടയാളമായ കൊന്തയും കുരിശുമാലയും ഒക്കെ എറിഞ്ഞ് അങ്ങനെ വിശ്വാസം ത്യജിക്കുകയും മാത്രമല്ല പഴയ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരു ആചാരമായിട്ട് അത് മാറ്റുകയും ചെയ്യാണ്. അങ്ങനെ പലരും മുമ്പോട്ട് വന്നു. അവരെല്ലാവരും അവരുടെ കുരിശുമാലകൾ ഈ തീയിലേക്ക് എറിയുന്നു. അങ്ങനെ അവർ മടങ്ങിപ്പോകുന്നു. ഒരു കുടുംബം, ആ കുടുംബമാണ് വളരെ വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ വിശ്വാസം നിലനിൽക്കുന്ന കുടുംബം. ആ കുടുംബം എത്തുന്നു. അപ്പൻ മക്കളോട് പറയുന്നുണ്ട്, ഏതായാലും നമുക്ക് ഈ സമൂഹത്തിൽ ഈ ഒരു ഗോത്രത്തിൽ നമുക്ക് ജീവിക്കാണ്ട് പറ്റില്ല, നമ്മൾ ഈ വിശ്വാസം ത്യജിക്കാതിരുന്നാൽ നമുക്ക് ഇവിടെ കഴിയാനും പറ്റില്ല. അപ്പോൾ പിന്നെ വിശ്വാസം നമ്മുടെ ഉള്ളിലല്ലേ, ഏതായാലും നമുക്ക് ഈ ചടങ്ങിൽ അങ്ങോട്ട് പങ്കെടുക്കാം. അങ്ങനെ ഈ അപ്പൻ വന്നു കഴിഞ്ഞിട്ട് തൻ്റെ കഴുത്തിൽ നിന്നും ഈ കുരിശുമാല ഊരി ഈ അഗ്നിയിലേക്ക് ഇടുന്നു.
അടുത്ത അമ്മയുടെ കൂടെയാണ്, അമ്മ അതുപോലെ ചെയ്യുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് ഇവരൊക്കെ ചെയ്യണത്. അങ്ങനെ മക്കൾ ഒന്നിനു പുറകെ ഒന്നായി അവസാനം കൗമാരപ്രായക്കാരൻ അവൻ മാത്രം ഇങ്ങനെയാണ് കണ്ടു നിൽക്കുക. അവൻ ഇങ്ങനല്ലേ. അപ്പം അവനോട് അപ്പം വന്ന് പറയുന്നുണ്ട്, മോനെ ഈ കുരിശ് അങ്ങോട്ട് എടുത്ത് ഈ തീയിലേക്ക് ഇട്. അവൻ ചെമ്പണ്ടെങ്കിൽ സമ്മതിക്കണല്ലേ. അവസാനം ഈ അപ്പം തന്നെ ബലമായിട്ട് ഇവൻ്റെ കഴുത്തിൽ നിന്നും ഈ കുരിശുമാല ഊരി ഈ തീയിലേക്ക് എറിയണം. ഈ കുട്ടിയാകട്ടെ വലിയ സ്വരത്തിൽ നിലവിളിച്ച് വീട്ടിലേക്ക് ഒറ്റ ഓട്ടമാണ്. ആ വീട്ടിലേക്ക് ഓടിയെത്തിയ ഈ മകൻ പിന്നീട് തിരിച്ചു വരുന്നത് ഒരു ചെറിയ കമ്പി കഷ്ണം വളച്ച് നേരെ ഇങ്ങോട്ട് വരണം. അറ്റത്ത് ഒരു ചെറിയ തുണി കഷ്ണം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അവൻ ചെയ്യുന്നത് ഈ അഗ്നിയിലേക്ക് ഈ ഒരു കമ്പി കഷ്ണം വളച്ച ഈ കമ്പി കഷ്ണം വെച്ച് അത് പഴുപ്പിക്കാം. ആ ചുട്ടുപഴുത്ത കമ്പി എടുത്ത് അവൻ ചെയ്യുന്നത് അവൻ തൻ്റെ നെഞ്ചിൽ ഒരു കുരിശ് അങ്ങോട്ട് വരയ്ക്കുക. അങ്ങനെ ഈ നെഞ്ചിൽ ഈ കുരിശ് വരച്ചിട്ട് അവൻ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് പറയുകയാണ്, ഇനി നിങ്ങൾ ആരെ കത്തിക്കും? എൻ്റെ കുരിശുമാല നിങ്ങൾ കത്തിച്ചോളൂ. ഇനി നിങ്ങൾ എന്നെ കത്തിക്കോ? അങ്ങനെയെങ്കിൽ എന്നെയും കത്തിച്ചോളൂ. ഇത് കണ്ടു നിന്ന ആ കുടുംബം നേരെ ചെയ്യുന്നത് ഈ മകൻ്റെ കയ്യിൽ നിന്നും ആ ചുട്ടുപഴുത്ത കമ്പി കഷ്ണം വാങ്ങിച്ചിട്ട് അപ്പം ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആ പഴുത്ത കമ്പി കഷ്ണം എടുത്ത് സ്വന്തം നെഞ്ചിൽ കുരിശ് വരയ്ക്കുകയാണ്. പിന്നീട് ഓരോരുത്തരും ആ കുടുംബത്തിലെല്ലാവരും ഇത് തന്നെയാണ് ചെയ്യണത്. എന്നിട്ട് അവർ നിരന്ന് നിന്നിട്ട് പറയുകയാണ്, ഇനി ഞങ്ങളെ കത്തിക്കോളൂ, ഞങ്ങളെ കത്തിച്ചോളൂ, വേറൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. ഈ കുടുംബത്തിൻ്റെ തീഷ്ണതയും വിശ്വാസദാർഢ്യവും കണ്ടിട്ടാണ് ആ ഗോത്രത്തിലെ ആ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ പിന്നീട് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. ആ ചുട്ടുപഴുത്ത കമ്പിയെടുത്ത് സ്വന്തം നെഞ്ചിൽ കുരിശുരൂപം കുരിശ് വരച്ചുകൊണ്ട് അവർ ക്രൂശിതനോട് കൂടെ നിൽക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയണ്ടല്ലോ, വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിതനെ കുറിച്ചാണ് ഞങ്ങൾ പ്രഘോഷിക്കാനുള്ളത്. ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടവനാണ് പൗലോസ് അപ്പോസ്തലൻ. വിജാതിയുടെ അപ്പസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ തീഷ്ണമതിയായ അപ്പസ്തോലൻ പറയുന്നു, ഞാൻ പ്രഘോഷിക്കുന്നത് ക്രൂശിതനെ കുറിച്ചാണ്, വിശുദ്ധ കുരിശിനെ കുറിച്ചാണ്. വലിയ ആഴ്ചയിൽ ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആമുഖമായിട്ട് ഇത്രയും തന്നെങ്കിലും പറയണമെന്ന് എനിക്കുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേഴ്സ് സഹോദരന്മാരെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ശുശ്രൂഷകളും ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ശുശ്രൂഷകളുമായിട്ടുള്ള ഈ ബന്ധത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനമായിട്ടും ഈ ഒരു വലിയ നോമ്പിൽ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേരാണ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതിന് മലയാളം പരിഭാഷയുണ്ട്, ചരിത്രപുരുഷനായ ക്രിസ്തു. അത് എഴുതിയിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ സന്യാസിയായ ജുസപ്പെ റിച്ചിയോത്തി എന്നൊരു മനുഷ്യനാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1916 അദ്ദേഹം ഈ ഒരു പുസ്തകം രചിക്കുന്നത്. 4 സുവിശേഷകന്മാർ പ്രതിപാദിച്ചിട്ടുള്ള ഈശോയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഗവേഷണ ഗ്രന്ഥം തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈശോയുടെ ഈ അവസാന കാലഘട്ടം, അതായത് വലിയ ആഴ്ചകളിലെ ഓരോ ദിവസത്തെയും നാൾ വഴികൾ, നാളാഗമം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഓരോ ദിവസത്തെയും സംഭവങ്ങൾ, പഠനങ്ങൾ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിലെഴുതാത്തൊരു കാര്യം ഈശോയുടെ ഒരു മനസ്സൊരുക്കമാണ്. ഈശോയുടെ മനസ്സൊരുക്കം അത് നേഴ്സസ് മിനിസ്ട്രിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടൊരു കാര്യം. മനസ്സൊരുക്കം അത് പറയാനുള്ള കാരണം ഇതാണ്. അതായത് ഒരു ദിവസം ഞാനിവിടെ ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്താണല്ലോ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈശോയുടെ മക്കളെ 125ഓളം മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ട്. അവരെ ശുശ്രൂഷിക്കാനായിട്ട് ശുശ്രൂഷകരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, നേഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, ഇങ്ങനെ ഒത്തിരി പേര് സഹായിക്കാനുണ്ട്. ഇവരോട് കൂടെ, ഈ മക്കളോട് കൂടെ, ഇങ്ങനെ ശുശ്രൂഷകരോട് കൂടെ, നേഴ്സുമാരുടെ കൂടെയാണ് ബലിയർപ്പണം. ഒരു ദിവസം ബലിയർപ്പിക്കുന്ന സമയത്ത് ഇവർക്കൊരു സന്ദേശം കൊടുക്കുക പതിവാണ്. അപ്പം എന്ത് സന്ദേശം കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് വചനം കൊറിന്തോസ്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ് പറയണേ. 15-ാം അധ്യായം 35 മുതൽ 41 വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഉത്ഥാന ശരീരത്തെക്കുറിച്ചാണത്. അതായത് മത്സ്യങ്ങൾക്കൊരു ശരീരം, ഭൗതിക ശരീരം, മനുഷ്യർക്ക് വേറെ ശരീരം, ജന്തുക്കൾക്ക് ഒരു ശരീരം. അതായത് ഓരോ മനുഷ്യനും ജീവിക്കേണ്ട ചുറ്റുപാടുകൾക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ഓരോ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ ശരീരത്തെ നൽകുന്നതാണ് ആ വചന പ്രതിപാദ വിഷയം. അപ്പോൾ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജന്തുജീവജാലങ്ങൾക്ക് ദൈവം അത്തരത്തിലുള്ള ഓരോ ശരീരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സിൻ്റെ കാര്യത്തിൽ അവിടെ പ്രതിപാദിക്കുന്നില്ല, ഒന്നും പ്രതിപാദിക്കുന്നില്ല. കാരണം മത്സ്യങ്ങളുടെ മനസ്സിനെക്കുറിച്ചോ ജന്തുക്കളുടെ മനസ്സിനെക്കുറിച്ചോ നമ്മൾ പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളല്ല, മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈശോയുടെ മക്കളെ ശുശ്രൂഷിക്കാൻ കടന്നു വരുമ്പോൾ അവർക്കൊരു മനസ്സൊരുക്കം ആവശ്യമാണ്. നേഴ്സന്മാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു മനസ്സൊരുക്കം ആവശ്യമാണ്. ഈശോ ഒരു മനസ്സൊരുക്കത്തിലൂടെയാണ് കടന്നുപോയത്.
വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് 3 തവണ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പീഡാനുഭവത്തെക്കുറിച്ച് 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം എന്നിങ്ങനെ സമാന്തര സുവിശേഷകന്മാർ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് 3 തവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ശിഷ്യന്മാർക്ക് ആ മനസ്സൊരുക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ഈശോയുടെ മക്കൾക്ക് വേണ്ടി വചനം ഒരുങ്ങുന്ന സമയത്ത് മനസ്സിലേക്ക് തമ്പുരാൻ തന്നത് ഇതാണ്: ശാരീരികമായ ഒരു ഒരുക്കം തമ്പുരാൻ തന്നെ തരണ്ട് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ശരീരഘടന കർത്താവ് തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ജന്തുജീവജാലങ്ങൾക്ക് അങ്ങനെയുണ്ട്, മനുഷ്യർക്കും അതുപോലെ തന്നെ. എന്നാൽ മനസ്സൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് നിങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ആ ആശുപത്രിയുടെ ചുറ്റുപാടുകളൊക്കെ വളരെ വ്യത്യാസമാണ്. ആ ആശുപത്രി വീട് പോലെ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്നവർ, രോഗികളായി കിടക്കുന്നവർ, ഡോക്ടേഴ്സ്, നഴ്സന്മാർ. ഇനി അത് മാത്രമല്ല, ആ ആശുപത്രിക്ക് ചുറ്റും ഒരു പ്രത്യേകമായിട്ടൊരു സ്മെല്ലുണ്ട്. അതിനെ നിങ്ങൾ പരിമളമെന്നോ ദുർഗന്ധമെന്നോ എന്ത് ഗന്ധമെന്ന് വിളിച്ചാലും അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്മെല്ല് തന്നെ അവിടെ ഉണ്ട്. വളരെ പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഈശോയുടെ മക്കളെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനങ്ങൾ പലരും സന്ദർശിക്കാനിടയായിട്ടുണ്ട്. അവിടെയും നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, ഇവരൊക്കെ ശുശ്രൂഷകരായിട്ടുണ്ട്. അവിടെയും നമ്മൾ കാണുന്ന ഇതാണ്: നിനക്കൊരു മനസ്സൊരുക്കമില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയുള്ളവരെ ഈ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനോ ശുശ്രൂഷിക്കാനോ സാധിക്കില്ല. ഈശോയുടെ ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ, അതായത് വലിയ ആഴ്ചയിലുള്ള ഓരോ ദിവസത്തെയും കുറിച്ചും പ്രത്യേകമായിട്ട് ആ മനുഷ്യൻ ജുസപ്പെ എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്ന ഇതാണ്: ഒന്നാം ദിനം എന്ന് പറയുന്നത് പോലെ ഓശാന ദിനത്തിൽ എല്ലാവരും ഓശാന പാടി ഈശോ അങ്ങനെ ഉയർത്തുകയാണ്. അപ്പോൾ കർത്താവ് ജെറുസലേം പട്ടണത്തെ നോക്കിയിട്ട് വിലപിക്കുകയാണ്. ഫരിസേയരും നിയമജ്ഞരൊക്കെ പറയുന്നുണ്ട്, ഈ ജനങ്ങളോട് നീ മിണ്ടാതിരിക്കാൻ പറയണം, അവർ നിശബ്ദരായിരിക്കാൻ പറയണം. കർത്താവ് അവർക്ക് ഉത്തരം കൊടുത്തത്, ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നാണ്. എന്നിട്ടും കർത്താവ് ജെറുസലേം പട്ടണത്തെ കണ്ടു കഴിയുമ്പോൾ നെടുവീർപ്പിട്ട് വിലപിച്ചു എന്നാണ് വചനം. അതായത് ജനങ്ങളെല്ലാം ഓശാന പാടി കർത്താവിനെ ഉയർത്തുമ്പോൾ കർത്താവ് അവരുടെ ഓശാനയിൽ അങ്ങോട്ട് ഉയർന്നു പോണില്ല. കർത്താവിൻ്റെ മനസ്സ്, ഇതാ മനസ്സൊരുക്കം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മനസ്സ് AD 70 സംഭവിക്കാനിരിക്കുന്ന ജെറുസലേമിനെ കുറിച്ചുള്ള ഡിസ്ട്രക്ഷൻ, ജെറുസലേം കല്ലുമേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകാൻ പോകുന്ന ആ സംഭവമാണ് ഈശോയുടെ മനസ്സിനെ ഗ്രസിക്കുന്നത്. അല്ലാണ്ട് ഇവരുടെ ഓശാന പാടുന്നത് മാത്രമല്ല. നിയമജ്ഞനും പരിസരം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇവർ മൗനം ഭജിച്ചാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. പക്ഷേ ആർത്തു വിളിക്കാൻ കല്ലുകൾ പോലും കല്ലിനോട് കല്ല് ശേഷിക്കാതെ ഇതെല്ലാം മുച്ചൂടും നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സന്ദർഭത്തെയാണ് കർത്താവ് മനസ്സിൽ കാണുന്നത്. എന്നിട്ട് കർത്താവ് പറയാ, ജെറുസലേം, സമാധാനത്തിനുള്ള വഴികൾ നീ ആരാഞ്ഞിരുന്നുവെങ്കിൽ, പക്ഷെ അതിനുള്ള മനസ്സ് നിനക്ക് ഉണ്ടായില്ല. അപ്പോൾ കർത്താവിൻ്റെ മനസ്സൊരുക്കം എന്ന് പറയുന്നത് അതാണ്. ഓശാന ദിവസം കഴിഞ്ഞ് ഇനി തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി തൻ്റെ പുസ്തകത്തിൽ സുവിശേഷകന്മാരെ ആസ്പദമാക്കി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: പകൽ സമയം മുഴുവൻ കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ ജനങ്ങളോട് സംസാരിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും കഴിഞ്ഞു. എന്നാൽ സായാഹ്നമായപ്പോൾ കർത്താവ് ചെയ്യുന്നത് എന്നിട്ടാണ് നേരെ പോകുന്നത് ഒലിവ് മലയിലേക്കാണ്. ഒലിവ് മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മല മാത്രമല്ല, പിന്നെന്തുട്ടാ ഒലിവ് മല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഗെത്സമനിയും ബഥനിയും കൂടിയതാണ്. ബഥനി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കുടുംബം താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഗ്രാമം, അതാണ് ബഥനി. ഗെത്സമനി ആകട്ടെ പ്രാർത്ഥനയുടെ ഇടമാണ്. അപ്പോൾ പകൽ ശുശ്രൂഷയും സായാഹ്നത്തിൽ സൗഹാർദ്ദവും, ഈ ശുശ്രൂഷയും സൗഹാർദ്ദവുമാണ് കർത്താവിൻ്റെ മനസ്സൊരുക്കത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 കണ്ണികൾ. സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങളും ശുശ്രൂഷിക്കുന്നവരാ, ഈശോയെ ശുശ്രൂഷിക്കുന്ന ഈ ഡ്യൂട്ടി സമയങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു മടക്കം ആവശ്യമാണ്. ഈ മടക്കം എവിടേക്കാണ്? സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരിക്കാനാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഫരിസേയരും നിയമജ്ഞരുമെല്ലാം ഈശോയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നോക്കിക്കുക. ഓശാന ഞായറാഴ്ച ഈ കണ്ട ജനം മുഴുവൻ കർത്താവിന് വേണ്ടി ജയ് വിളിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? കണ്ടോ, ലോകം മുഴുവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമുക്കിനി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാ. ലോകം മുഴുവൻ്റെ പിന്നാലെ പോയി. ഈ ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പകൽ സമയം മുഴുവൻ കർത്താവിന് ചുറ്റും നിന്നത് ഈശോയെ സ്നേഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടാണ്. അതിൽ പല വിഭാഗക്കാരുണ്ട്. അതിൽ പണ്ഡിതരും ബാമനരും എല്ലാവരുണ്ട്, രോഗികളും എല്ലാ വിഭാഗക്കാരും അവിടെയുണ്ട്. അവർക്ക് ഈശോയെ വിടാതെ ഒട്ടി നിന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഫരിസേയർക്കോ നിയമജ്ഞർക്കോ അല്ലെങ്കിൽ സാൻഹെദ്രിൻ സംഘത്തിലെ ഒരാൾക്ക് പോലും ഈശോയെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ലായിരുന്നു. സായാഹ്നമാകുമ്പോൾ ജനങ്ങളൊക്കെ പല വിധത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് കർത്താവ് പോകുന്നത് തൻ്റെ സ്നേഹിതരുടെ ഗണത്തിലേക്കാണ്. പ്രിയപ്പെട്ട നേഴ്സ് സഹോദരങ്ങളെ, ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും നേരിടാനുണ്ടാകുമായിരിക്കും. എന്നാൽ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങേണ്ടത് ഈ സ്നേഹിതരുടെ ഗണത്തിലേക്കാണ്. അതിൽ
നിങ്ങളുടെ ജീവിത പങ്കാളി കാണും, നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാകണം, നിങ്ങളുടെ മക്കൾ ഉണ്ടാകണം, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ടാകണം. അതുമാത്രമല്ല, ഈ നേഴ്സസ് സമൂഹവും ഉണ്ടാകണം, നേഴ്സസ് മിനിസ്ട്രി ഉണ്ടാകണം. അവരോടായിരിക്കണം നമ്മൾ പങ്കുവെക്കേണ്ടത്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ആ സൗഹാർദ്ദത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ, അത് ചെറുതല്ല. കർത്താവിനത് വേണ്ടിയിരുന്നുവെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കുന്നത് അഹങ്കാരമാണ്. നമ്മൾ എളിമയുള്ള ശുശ്രൂഷകരാകണം. ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സൗഹൃദ വലയത്തിലേക്ക് എത്തണം. അങ്ങനെ ഒലിവ് മലയിലേക്ക് പോയ കർത്താവിനെയാണ് പെസഹ കഴിഞ്ഞ് പെസഹ കടന്നുപോയ ശിഷ്യന്മാരും കർത്താവും ഈ ഗെത്സമനി പ്രാർത്ഥനാ നിരതയിലായിരിക്കുമ്പോഴാണ് ഇതാ യൂദാസ് വന്ന് ഒറ്റി കൊടുക്കുന്നത്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് സാൻഹെദ്രിൻ സംഘത്തിന് അറിയാം. അപ്പോൾ കർത്താവിനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി. കാരണം ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിന് ജനമിളകും, ആകെ പ്രശ്നമുണ്ടാക്കും. അവർ സമ്മതിക്കില്ല, കർത്താവിനെ സ്നേഹിക്കുന്നവർ സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ കണ്ടെത്തിയ ഉപായമാണ് കർത്താവ് പിൻവാങ്ങുമ്പോൾ, അതായത് സ്നേഹിതരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ആ സ്നേഹിതനാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. എന്നിട്ടും മനസ്സൊരുക്കമുള്ള ക്രിസ്തു അവനെ വിളിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ്. ഒറ്റുകാരനാണെന്നല്ല, അവനെ വിളിക്കുന്നത് സ്നേഹിത എന്ന് തന്നെയാണ്. ഈ ഓശാന ഞായറും തിങ്കളും ചൊവ്വയും ബുധനും കഴിഞ്ഞ് വ്യാഴം പെസഹ വ്യാഴാഴ്ച കർത്താവ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമുക്കറിയാം, പാദങ്ങൾ കഴുകി ചുംബിക്കുകയാണ്. പത്രോസ് പറയുന്നുണ്ട്, നീ എൻ്റെ പാദം കഴുകാൻ പാടില്ല കേട്ടാ, ഇനി പാദം കഴുകണമെങ്കിൽ പാദം മാത്രം എന്നെ മുഴുവനായിട്ടാണ് കഴുകുക എന്ന് പത്രോസ് പറയുന്നുണ്ട്. എന്നിട്ടും പത്രോസ് തൻ്റെ ജീവിതാവസാനം ചെയ്യുന്നത്, തന്നെ ക്രൂശിക്കാൻ വരുന്നവരോട് പറയുന്നത്, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം കേട്ടാ, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ധ്യാനഗുരു പറഞ്ഞ സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് പറയണത്. വ്യാഖ്യാനം, ഈ സംഭവത്തിന് വ്യാഖ്യാനം അതിങ്ങനെയാണ്. അതായത് കർത്താവ് തന്നെ ക്രൂശിക്കാൻ വരുന്നവരോട് പത്രോസ് പറയുകയാണ്, എന്നെ തലകീഴായി ക്രൂശിക്കണം. അവനെതിരെ പുലംഭിയ, അല്ലെങ്കിൽ അവനെ തള്ളിപ്പറഞ്ഞ എൻ്റെ അധരങ്ങളല്ല ഈ ജനം കാണേണ്ടത്, പിന്നെയോ അവൻ കഴുകി തുടച്ച് ചുംബിച്ച എൻ്റെ പാദങ്ങളായിരിക്കണം ഇനി ലോകം കാണേണ്ടത്. അതുകൊണ്ട് ആ പാദം ഉയർന്നു തന്നെ നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ പാദങ്ങൾ കഴുകാനുള്ള വിനയം കർത്താവിനുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ, നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങളുടെ സ്നേഹിതർ, അതിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. നിങ്ങൾ പറയണത് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു വിലയും തരണ്ടാവില്ല. നിങ്ങൾ ശുശ്രൂഷയും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ്, അതാണ് ശുശ്രൂഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശുശ്രൂഷയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പരിഗണന, ഒരു വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വരുമ്പോൾ ആ ജോലി കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടാ, ഇവിടെ വീട്ടിൽ വന്നിട്ടൊന്നും മിണ്ടണ്ടാട്ടാ എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹവലയമായിരിക്കാം നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ മറക്കരുത്, ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവൻ്റെയും പാദങ്ങൾ കഴുകിയ ഗുരു തന്നെയാണ് നമുക്ക് മാതൃക. നിന്റെ ഈ സ്നേഹവലയത്തിലുള്ളവർ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒറ്റിക്കൊടുത്താലും, നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, നിന്നെ തിരസ്കരിച്ചാലും, പ്രിയപ്പെട്ട നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവരുടെ പാദങ്ങൾ കഴുകുന്ന വിനയം ഉണ്ടാകണം. അവരുടെ പാദങ്ങൾ കഴുകുക മാത്രമല്ല, അത് ദയാപൂർവം വാത്സല്യപൂർവ്വം ചുംബിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകണം. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതും മനസ്സൊരുക്കം തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴിയിലേക്കാണ് എത്തുന്നത്. കുരിശിൻ്റെ വഴി എന്ന ആ ഭക്ത അനുഷ്ഠാനത്തെ ക്രൈസ്തവ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഫ്രാൻസിസ്കൻ സന്യാസി സഹോദരങ്ങളാണ്. ഫ്രാൻസിസ്കൻ സന്യസ്തർ ഈ കുരിശിൻ്റെ വഴികളെ ക്രൈസ്തവ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഈശോയെ, ക്രൂശിതനായ ഈശോയെ എല്ലാ വിശ്വാസികളും ഹൃദയം തുറന്ന് സ്നേഹിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇതാണ്. ആദ്യമൊക്കെ ഈ കുരിശിൻ്റെ വഴിയിലേക്ക് ആളുകൾ തീർത്ഥയാത്രയായിട്ട് വിശുദ്ധ നാട് സന്ദർശനത്തിന് വരുമായിരുന്നത്രേ. എല്ലാവർക്കും അതിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ഇവർ ഈ പടങ്ങളൊക്കെ എടുത്ത് അവർ ആയിരിക്കുന്ന ഇടവകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ അത് സ്ഥാപിക്കുകയും അങ്ങനെ ആ ഈശോയുടെ പീഡാനുഭവങ്ങളെ അനുധാവനം ചെയ്യുന്നൊരു ശുശ്രൂഷയായിട്ടാണ് അത് വളർന്നു വന്നത്. ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മുട്ടുകുത്തി ഒരു കുരിശിൻ്റെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കുരിശിൻ്റെ വഴിയിലും ഓരോ സ്റ്റേഷനുകളിലും അവർ വന്ന് നിൽക്കും, നിശ്ചലമായിട്ട് നിൽക്കും. നിശ്ചലമായിട്ട് നിൽക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്, കർത്താവിനോട് കൂടെ ആയിരിക്കുക. പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. ഒന്നാം സ്ഥലത്ത് നമ്മളതാ കാണുന്നത്. പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. പിലാത്തോസിന് വേണ്ടത് കൈ കഴുകിയ ഈ അരേന എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുക എന്നുള്ളൂ, വേറൊന്നുമില്ല. പരിഹാസ വിഷയമായിട്ട് മാറുന്ന ക്രിസ്തു, ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ക്രിസ്തു, എന്നിട്ടും വിധിക്കുകയാണ്. ഒരു നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം, നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശരിയാണ്. പലർക്കും വേണ്ടത് ഒരു സ്കേപ്പ് ഗോട്ടാണ്, ഒരേ മതി. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കുകളോ ആശുപത്രികളോ ആയിരിക്കാം. ഡോക്ടർ മുതൽ രോഗിയെ ശുശ്രൂഷിക്കാൻ വരുന്നവരും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരുന്നവരും, ഇവരൊക്കെ അവസാനം പഴിക്കുന്നത് നേഴ്സുമാരെ ആയിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും
പഴിയേൽക്കുന്നത് ആരാണ്? നേഴ്സുമാരാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കുരിശിൻ്റെ വഴിയിൽ ഒന്നാം സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുള്ളൂ. കർത്താവിനോട് കൂടെ നിൽക്കുന്നതായിരുന്നു കുരിശിൻ്റെ വഴിയുടെ തുടക്കം. അവരെ ഈ വിശ്വാസികളെല്ലാവരും കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്റ്റേഷനിലും അവിടെ വന്ന് നിശ്ചലമായിട്ട് നിൽക്കും, മൗനമായിട്ട് നിൽക്കും. അവരുടെ മനസ്സിൽ വരുന്നത് അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത, പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശുമേൽ ജീവത്യാഗം ചെയ്ത ഈശോയുടെ മുഖമാണ്. ആ ഈശോയുടെ മുഖത്തെ ധ്യാനിച്ച് അവർ നിശ്ചലമായി നിൽക്കും. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. മറുത്തൊരു അക്ഷരം നമ്മൾ പറയേണ്ട കാര്യമില്ല. മൗനമായിട്ട് നിൽക്കുക, ശാന്തമായിട്ട് നിൽക്കുക. നേഴ്സുമാർക്ക് വേണ്ട വളരെ വലിയ ഒരു സിദ്ധിയാണത്. ക്രൂശിതനോട് ചോദിച്ചാൽ അവനത് എപ്പോൾ തന്നു ചോദിച്ചാൽ മതി. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്നുള്ള വചനം മറക്കരുത്. അടുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 4-ാം സ്ഥലത്തെക്കുറിച്ചാണ്. 4-ാം സ്ഥലം സത്യം പറഞ്ഞ നേഴ്സമ്മമാരെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നേഴ്സമ്മമാരെന്ന് പറയുമ്പോൾ മെയിൽ നേഴ്സിനെ ഞാൻ മറന്നിട്ടില്ല. ഏത് മെയിൽ നേഴ്സായാലും ഫീമെയിൽ നേഴ്സാണെങ്കിലും നേഴ്സ് അമ്മയാണ്. മാതൃത്വമുള്ള ഒരു ഹൃദയം, മാതൃഹൃദയമുള്ളവർക്ക് ഒരു നേഴ്സാവാൻ പറ്റുള്ളൂ. അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ശരി. 4-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയും ഈശോയും പരസ്പരം കാണുന്നതാണ്. അവർ പരസ്പരം കണ്ടു. ആബേലച്ചൻ പറയുന്നുണ്ട്, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, നിറഞ്ഞു തുളുമ്പുന്ന 4 കണ്ണുകൾ എന്നൊക്കെ. വളരെ ഭംഗിയായിട്ട് ആബേലച്ചൻ അതിന് പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊന്നാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ ഒരു ചിത്രീകരണം നടക്കുമ്പോൾ അതിനൊരു ബാക്ക്, അത് പിന്നാമ്പുറത്ത് നടന്ന ഒരു സംഭവത്തെ ആ ഒരു ചിത്രീകരണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഉണ്ണീശോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീശോ വീണ് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അത് കാണുകയും ഓടി വന്ന ആ ഉണ്ണിയെ വാരി കോരി എടുക്കുന്നുണ്ട്. ആ അമ്മയുടെ മനസ്സാ അത് പറയണത്. ഈ സഹനങ്ങൾക്ക് മുമ്പിൽ നോക്കി നിൽക്കാനായിട്ട് മാതൃഹൃദയത്തിന് സാധിക്കില്ല. പിന്നെ എന്താ തോന്നുക? എൻ്റെ മകനെ രക്ഷിക്കണം, അതിനുവേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എന്നിട്ടും ആ അമ്മയെ പട്ടാളക്കാരൻ കൊണ്ട് അടുപ്പിക്കണല്ലേ. അമ്മയുടെ മനസ്സാണത്. എൻ്റെ മകൻ സഹിക്കരുത്, ഞാൻ സഹിച്ചോളാം എന്നാ. നേഴ്സമ്മമാരെ കൂപ്പുകാരങ്ങളോട് പറയുക, അനേകം സഹനങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഓരോ സഹനങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ ഹൃദയം അതായിരിക്കണം സ്പന്ദിക്കേണ്ടത്. തമ്പുരാനെ, ഇവരുടെ ഈ സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷെ ആ ഒരു മനസ്സുണ്ടല്ല, അത് ചെറുതല്ല. അതിനൊന്നും വിലയിടരുത്. ലോകം വിലയിടാൻ പാടില്ല. കാരണം മാതൃഹൃദയത്തിന് വിലയിടാൻ പറ്റുമോ? ഗർഭപാത്രത്തിന് വരെ വിലയിടുന്ന ഒരു സമൂഹത്തിൽ നേഴ്സമ്മമാരെ, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വിലയിടുന്നത് മനുഷ്യരാകില്ല, ഒടേ തമ്പുരാനായ ദൈവം തന്നെ ആയിരിക്കും. എത്ര സഹനങ്ങൾ കാണുന്നത് നിങ്ങൾ. ഓപ്പറേഷനിൽ കൊണ്ടുപോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നവർ, ഇനി മരുന്ന് പോലും ഇല്ലാത്ത രോഗങ്ങൾ, സഹനങ്ങളുടെ കൂമ്പാരം കണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ. ഓരോ സഹനങ്ങൾ കാണുമ്പോഴും ഇതെത്ര കണ്ടതാ എന്ന നിസ്സംഗത നേഴ്സന്മാർക്ക് പറഞ്ഞിട്ടില്ല. ഓരോ സഹനങ്ങൾ കാണുമ്പോഴും നിസ്സംഗതരല്ല നമുക്ക് വേണ്ടത്. നിസ്സഹായ അവസ്ഥയിൽ പോലും ആ ഒരു പിടയ്ക്കുന്ന ഹൃദയത്തിനുടമകളായിരിക്കണം ഓരോ നേഴ്സ് സഹോദരങ്ങൾ. അതുകൊണ്ട് 4-ാം സ്ഥലം, എൻ്റെ പൊന്നു നേഴ്സ് സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. സാവൂളിന്റെ മാനസാന്തരത്തെക്കുറിച്ച് നടപടിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കണില്ലേ? സാവൂള് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഉടനെ തന്നെ കർത്താവ് കുതിരപ്പുറത്തുനിന്ന് അവൻ തട്ടിയിട്ടിട്ട് അപ്പോൾ സാവൂള് ചോദിക്കുന്നുണ്ട്, നീ ആരാ? ഈശോ പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്ന ഞാൻ. ഈശോനെ സാവൂള് എവിടെ പീഡിപ്പിച്ചാണ്? കാരണം സാവൂള് ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവിന് പീഡാസനങ്ങളൊക്കെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടും കർത്താവ് സാവൂളിനോട് പറയുന്നത്, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നതെന്നാണ്. ക്രിസ്തുവും ക്രിസ്ത്യാനിയും രണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഒന്നാ. ഏതൊരു ക്രിസ്ത്യാനി പീഡനമേൽക്കുമ്പോഴും പീഡനമേൽക്കുന്നത് സത്യത്തിൽ ആരാ? ക്രിസ്തു തന്നെയാ, ഈശോ തന്നെയാ. ഏതൊരു മനുഷ്യനാണോ പാപം ചെയ്യുന്നത് അപ്പോഴൊക്കെ വേദന ഏൽക്കുന്നത് ആരാ? ക്രിസ്തുവിന് തന്നെയാ. KP അപ്പൻ എന്ന് പറയുന്ന ഒരു സാഹിത്യ നിരൂപകൻ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, എവിടെയൊക്കെ നീതിമാന്മാർ സഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സഹനം വീണ്ടും പുനർജീവിക്കപ്പെടുകയാണെന്ന്. ഒരു അക്രൈസ്തവൻ എഴുതിയതാ. അദ്ദേഹത്തിന് മനസ്സിലായി ഈശോയുടെ സഹനത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. എവിടെയൊക്കെ നീതിമാന്മാർ സഹിക്കുന്നുണ്ടോ അവിടെ സഹനമേൽക്കുന്നത് സത്യത്തിൽ ക്രിസ്തു തന്നെയാണെന്ന്. അപ്പോൾ നീതിമാന്റെ സഹനത്തിൽ മാത്രമാണോ? നീ പാപിയാണെങ്കിൽ നീ ചെയ്യുന്ന ഓരോ പാതകങ്ങളും ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കുരിശിൽ തറക്കുകയാണെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വലിയ ആഴ്ചകൾ അവസാനിക്കുന്നില്ല. ഉദ്ധിതനായ ക്രിസ്തു വീണ്ടും വീണ്ടും പീഡനമേൽക്കുന്നത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും വിശ്വാസികൾ പാപം ചെയ്യുമ്പോഴുമാണ്. അതുകൊണ്ട് ഒന്ന് തീരുമാനിക്കണം, ക്രിസ്തുവിനെ വീണ്ടും പീഡിപ്പിക്കണമോ, അതോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അവൻ്റെ ശരീരത്തിലെ സഹനം അല്പം തന്നെങ്കിലും ഞാനും ഏറ്റെടുക്കാൻ തയ്യാറാകണമോ?
നേഴ്സ് സഹോദരി സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ്. നല്ലൊരു മനസ്സൊരുക്കം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ മനസ്സൊരുക്കം നമ്മളെ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് എത്തിക്കണം. ആ സ്നേഹ കൂട്ടായ്മയിൽ പാദം കഴുകാനും പാദം ചുംബിക്കുവാനുമുള്ള എളിമ നമുക്കുണ്ടാകണം. അവിടെ കൊണ്ടും തീരുന്നില്ല. കുരിശിൻ്റെ വഴിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു മാതൃഹൃദയമാണ്. സഹായിക്കാനുള്ള മനസ്സ് ഗൗരിയംകാരനെ ശിമയോന്റെ മനസ്സാണ്. അതും കടന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഉദ്ധാനം വലിയൊരു ആഘോഷം മാത്രമല്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എപ്പോഴൊക്കെ മനുഷ്യൻ പാപം ചെയ്ത് ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നുണ്ടോ, അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹനം വീണ്ടും വീണ്ടും പുനർജീവിക്കുകയാണ്. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്. ഈ വലിയ ആഴ്ച ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ജീവിത നവീകരണത്തിനും ഈശോയെ അഗാധമായി സ്നേഹിക്കുവാനും നേഴ്സ് സഹോദരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ എത്ര വലിയ സ്നേഹമാണല്ലേ നാം ഇപ്പോൾ അനുഭവിച്ചത്. ഒരിക്കൽ കൂടി ദൈവസ്നേഹത്താൽ നമ്മെ നിറച്ച വചനത്തെ ഓർത്തും അച്ഛനെ ഓർത്തും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പശ്ചാത്തപിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് കർത്താവായ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങി വരാം. ആ അളവില്ലാത്ത സ്നേഹം ആവോളം നമുക്ക് അനുഭവിക്കാം. അവിടുത്തേത് മാത്രമായി മാറാം. ഇനി നാം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ജീവൻ കൊടുത്തു നമ്മെ വീണ്ടെടുത്ത ഈശോയെ നമുക്ക് സ്നേഹിക്കാം. നാം ഇന്ന് വണങ്ങുന്ന വിശുദ്ധരെല്ലാം ഈശോയോടുള്ള സ്നേഹത്താൽ എരിഞ്ഞാണ് ജീവിച്ചതും മരിച്ചതും. നാം ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതേ പ്രിയമുള്ളവരെ, സ്നേഹിക്കാം. ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കാം. അവനായി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കാം. ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് ഈശോയെ തിരികെ സ്നേഹിക്കുവാനുമുള്ള കൃപ എല്ലാവർക്കും ഈശോ നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ലോകമെമ്പാടുമുള്ള 2 കോടിയോളം വരുന്ന നേഴ്സസിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.